പാലസ്തീനു വേണ്ടിയായിരുന്നല്ലോ എപ്പോഴും ഇടതുപക്ഷക്കാരും മുസ്ലിം തീവ്ര സംഘടനകളും വാദിച്ചുകൊണ്ടിരുന്നത്. പാലസ്തീനു വേണ്ടി CPM നടത്താത്ത ജാഥകളില്ല. അതോടൊപ്പം മുസ്ലിം സംഘടനകളും പാലസ്തീനും ഗാസയ്ക്കും വേണ്ടി തെരുവിലിറങ്ങി. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനാണ് CPM പാലസ്തീൻ വാദം ഉയർത്തുന്നത് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അവർ അതിന് ഉപയോഗിക്കുന്ന മറ പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ജൂതരുടെ രാജ്യമായ ഇസ്രായേൽ ഇല്ലാതാക്കുന്നു എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനെ നാം അംഗീകരിച്ചതാണ്. അതോടൊപ്പം നമുക്ക് ഇസ്രായേലുമായി നല്ല നയതന്ത്ര ബന്ധവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വഹീനമായ കടന്നാക്രമണമാണ് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കയറി പാലസ്തീൻ തീവ്രവാദി സംഘടനയായ ഹമാസ് നടത്തിയത്. അവർ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി. അവരുടെ ശരീരം ഗാസയിലെ റോഡുകളിലൂടെ ട്രക്കിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. മനുഷ്യരെ തുണ്ടം തുണ്ടമാക്കി വെട്ടിക്കൊന്നു. കുട്ടികളെ ചുട്ടുകൊന്നു. നിരവധി പേരെ ബന്ദികളാക്കി. ലോക മനസാക്ഷിയോടൊപ്പം ഇന്ത്യയും ഈ നരഹത്യയെ അപലപിച്ചു. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമികവാദികളും അന്ന് ഇന്ത്യൻ സർക്കാരിനോടൊപ്പം ആയിരുന്നില്ല. അവർ അക്രമത്തെ ന്യായീകരിച്ചു. ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയച്ചാൽ ചർച്ചയാവാമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടും ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറായില്ല. അവർക്ക് ഇസ്രായേൽ വിരോധത്തിന്റെ പേരിൽ ആഗോള സമൂഹത്തിൽ നിന്ന് പണം പിരിച്ച് കാശുകാരാവാൻ മാത്രമാണ് താല്പര്യം. പല ഹമാസ് നേതാക്കളും യുദ്ധഭൂമിയിലില്ല, മറിച്ച് ഖത്തറിലും മറ്റു സുരക്ഷിത മേഖലകളിലുമാണ് താമസം. ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്നവർ പാലസ്തീന്റെ സ്വതന്ത്ര നിലനിൽപ്പിന് വേണ്ടിയാണ് തങ്ങൾ നിലപാടെടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ സ്വാതന്ത്ര്യവാദികൾ എന്തുകൊണ്ടാണ് ചൈനീസ് ആധിപത്യത്തിനെതിരെ പോരാടുന്ന തായ്വാന്റെ രക്ഷയ്ക്കെത്താത്തത്? തങ്ങളുടെ പാവ സർക്കാരല്ല തായ്വാനിൽ അധികാരത്തിലെത്തിയത് എന്നതിനാൽ പലതരത്തിലുള്ള വിലക്കുകൾ ചൈന തായ്വാനിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണവായുധവുമായി പോകുന്ന ചൈനീസ് കപ്പലുകൾ പലപ്പോഴും തായ്വാന്റെ അതിർത്തിയിലേക്ക് കടക്കും. തായ്വാന്റെ വ്യോമ മേഖലയിലേക്ക് ചൈനീസ് പോർ വിമാനങ്ങൾ അതിക്രമിച്ചു കടക്കും. ചൈനയെ ചെറുക്കാൻ ശേഷിയില്ലാത്തതിനാൽ തായ്വാന് പലപ്പോഴും പ്രതികരിക്കാൻ പോലും കഴിയില്ല. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് 1949-ലാണ്. അപ്പോൾ തങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നാണ് തായ്വാൻ പറയുന്നത്. റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് അവരുടെ രാജ്യത്തിന്റെ പേര്. ഐക്യരാഷ്ട്ര സംഘടന പോലും അവരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചൈനീസ് അനുകൂല കുമിന്താങ് പാർട്ടി തായ്വാനിൽ പരാജയപ്പെട്ടതോടെ തായ്വാനിൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചൈനീസ് ഭരണകൂടം ചെയ്യുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് തായ്വാൻ പ്രസിഡന്റായ വില്യം ലായിയെ പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യാനും ചൈന തയ്യാറായി. പാലസ്തീനിന്റെ പേരിൽ ഒന്നിച്ച കേരളത്തിലെ സുന്നികളും മുജാഹിദുകളുമൊക്കെ തായ്വാനു വേണ്ടിയും ജാഥ നടത്തുമോ? അതോ ഹമാസ് വെറും ഞമ്മന്റെ ആളായതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ സേവ് പാലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിയത്? ഹമാസിന് ജയ പാടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും തായ്വാനു വേണ്ടിയും പ്രതികരിക്കുമോ? ചൈനീസ് അധിനിവേശ ശ്രമങ്ങൾക്കും സാമ്രാജ്യത്വ പ്രവണതകൾക്കുമെതിരെ ശബ്ദമുയർത്തുമോ? അതോ നിങ്ങൾ കാണിച്ചതെല്ലാം വെറും മുസ്ലിം വോട്ട് നേടാനുള്ള തന്ത്രമായിരുന്നുവോ? അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവും നിങ്ങൾ കാണിക്കേണ്ടിയിരുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.